14 മുതലുള്ള തിരുവചനങ്ങൾ. സിയോൻ പുത്രി ആനന്ദഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക. ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. സിയോനെ ഭയപ്പെടേണ്ട. നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെഫനിയാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തില് 14 മുതലുള്ള തിരുവചനങ്ങളിൽ സന്തോഷിക്കുവാനുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ജനത്തെ ക്ഷണിക്കുകയാണ്, ആനന്ദത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. പ്രവാചകൻ പറയുന്നു, സിയോൻ പുത്രി ആനന്ദഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി സന്തോഷിച്ചുല്ലസിക്കുക. പിന്നീടുള്ള വചനങ്ങളിലൂടെ പ്രവാചകൻ ആനന്ദിക്കുവാനായിട്ടുള്ള ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ്. ആനന്ദിക്കുവാനുള്ള 6 കാരണങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞത്. അതിലൊന്നാമത്തെ കാരണമായിട്ട് പ്രവാചകൻ പറയുന്നത്, നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. എന്താണ് ജനങ്ങൾക്കെതിരായിട്ടുള്ള വിധി? അതായത് പാപം ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ ശിക്ഷയിൽ നിന്ന് ദൈവം ഇളവ് നൽകിയിരിക്കുന്നു. ഇസ്രായേൽ ജനം ശിക്ഷിക്കപ്പെട്ടതിന്റെ കാരണം അവരുടെ പാപമായിരുന്നു. അപ്പൊ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പൂർണ്ണമായ ഒരു സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം ആ ശിക്ഷാവിധി പിൻവലിച്ചിരിക്കുകയാണ്. പാപം എടുത്തു മാറ്റിയിരിക്കുകയാണ്, പാപത്തെക്കുറിച്ച് ഇളവ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത് സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. എല്ലാവരും കേൾക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വാർത്തയാണ്, നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നുവെന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഒന്നാമത്തെ കാരണം, നിന്റെ ശിക്ഷാവിധി പിൻവലിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് സന്തോഷിക്കുവാനുള്ള കാരണമായി പ്രവാചകൻ പറയുന്നത്, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞു ആരാണ് നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ശത്രുക്കള് മറ്റു രാജ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ കൊണ്ടുവരുന്നത് ആരാണെങ്കിലും, നമ്മൾ തന്നെയാണെങ്കിലും അതൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. അങ്ങനെ പിശാച്, ലോകം, നമ്മുടെ ശരീരം ശത്രുവാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദം പൂർണ്ണമായ രീതിയിൽ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ലോകമെന്ന ശത്രുവിനെയും പിശാച് എന്ന ശത്രുവിനെയും നമ്മുടെ ശരീരമെന്ന ശത്രുവിനെയും നമ്മൾ തോൽപ്പിച്ച് കീഴടക്കിയേ മതിയാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ആനന്ദിക്കുവാനുള്ള കാരണമായിട്ട് പ്രവാചകൻ പറയുന്നത്, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ്
അവരുടെ മധ്യേയുണ്ട്. ദൈവം എന്നും കൂടെയുള്ളത് സന്തോഷം നൽകുന്ന കാരണമാണ്. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലുമുണ്ടെങ്കിൽ അത് സ്വർഗീയമായ ഒരു ആനന്ദം കൊണ്ടുവരുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാരണമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആനന്ദിക്കുവാനുള്ള നാലാമത്തെ കാരണം പ്രവാചകൻ പറയുന്നു, ഇനിമേൽ ഒരനർത്ഥവും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന്. പലർക്കും പല പല കാരണങ്ങളാണ് ഭയപ്പെടുത്തുന്നത്. നമ്മുടെ ഭയങ്ങൾ ഏത് രീതിയിലുള്ളതായാലും അത് നമ്മെ നിർജീവരും നിസ്സഹായരുമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ സെഫനിയാ പ്രവാചകൻ നൽകുന്ന ആശ്വാസവചനം ഇനിമേൽ ഭയപ്പെടേണ്ടതില്ല എന്നാണ്. കർത്താവിന്റെ സാന്നിധ്യമുള്ള കുടുംബത്തിൽ, കർത്താവിന്റെ സാന്നിധ്യം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തരത്തിലുമുള്ള ഭയപ്പാടിന് സ്ഥാനമുണ്ടാകുകയില്ല. ഭയപ്പാടുകൾ വിട്ടുമാറുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആനന്ദിക്കുവാനായിട്ടുള്ള അഞ്ചാമത്തെ കാരണം കർത്താവ് വിജയം നൽകൂ എന്നുള്ളതാണ്. കർത്താവ് വിജയം നൽകുന്നു. ഇസ്രായേലിന്റെ ചരിത്രം പലപ്പോഴും പരാജയത്തിന്റെ ചരിത്രമായിരുന്നു. അങ്ങനെ പരാജയപ്പെട്ടു നിൽക്കുന്നവരെ നോക്കിയിട്ട് പ്രവാചകൻ സന്തോഷത്തിന്റെ സദ്വാർത്ത അവരെ അറിയിക്കുന്നു. നിനക്കിതാ വിജയം ലഭിക്കുവാനായിട്ട് പോകുന്നു. അല്ലെ, പരാജയപ്പെട്ടിരിക്കുക. ചിലപ്പോഴൊക്കെ പേപ്പർ റീവാലുവേഷൻ കൊടുക്കാൻ നേരത്ത് തോറ്റ കുട്ടി ജയിക്കുമ്പോൾ അത് സന്തോഷമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഫുൾ A+ കിട്ടാതെ ഒരു വിഷയത്തിന് A മാത്രമായി പോകുമ്പോൾ അത് റീവാലുവേഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് റിസൾട്ട് എന്തായിട്ട് വരുന്നു? A+ ആയിട്ട് തിരിച്ചു കിട്ടുമ്പോൾ എന്തുണ്ടാകുന്നു? സന്തോഷമുണ്ടാകുന്നു. അങ്ങനെ പലരും റീവാലുവേഷൻ കൊടുത്തിരിക്കുന്ന സമയമാണ്. അവർക്ക് ഫുൾ A+ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സന്തോഷം അതിലൂടെ പൂർണ്ണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളുമൊക്കെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പരാജയത്തിന്റെ കയ്പ് നീർ കുടിക്കുന്നവരാണ്, കുടിച്ചിട്ടുള്ളവരാണ്. ദൈവം എനിക്ക് വിജയം നൽകുന്ന യോദ്ധാവാണെന്ന ബോധ്യത്തോടെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദത്തിന്റെ തിളപ്പുകയറ്റം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഞങ്ങൾക്ക് വിജയം നൽകുന്ന യോദ്ധാവേ, ഞങ്ങളുടെ തൊഴിൽ മേഖലയെ വിജയിപ്പിക്കണമേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖല വിജയിപ്പിക്കണമേ, മക്കളുടെ പഠന മേഖലയെ വിജയിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആനന്ദിക്കുവാനുള്ള ആറാമത്തെ കാരണമായി പ്രവാചകൻ പറയുന്നത് ഇസ്രായേൽ ജനത്തിൽ ദൈവം സന്തുഷ്ടനായിരിക്കുന്നു എന്നതാണ്. ദൈവം അവരിൽ ആനന്ദം കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നും ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന്റെ ഇഷ്ടത്തിന് പാത്രമായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ പറയുകയാണ്, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും. അങ്ങനെ അല്ലാതെ നമുക്കറിയാം, എങ്കിലും അത് കേൾക്കുമ്പോഴൊരു സുഖം ഉണ്ടാകും, ഇല്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ലഭിക്കാവുന്ന ആനന്ദത്തിന്റെ ഏറ്റവും മഹത്തായ കാരണമാണ് ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ വ്യക്തികളായി തീരുക എന്നുള്ളത്. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാകണമെങ്കിൽ അത് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ജീവിതമാകണം. ദൈവത്തിന് സംപ്രീതമായിട്ടുള്ള ഒരു ജീവിതമായിട്ടത് മാറണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദാവീദ് എങ്ങനെയാണ് ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ വ്യക്തിയായി മാറിയത് എന്നതിനെ കുറിച്ചായിരുന്നു. ദാവീദിനെ
ദൈവത്തിന് പ്രിയങ്കരനാക്കി മാറ്റിയ പുണ്യങ്ങളിൽ 4 പുണ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ സുഹൃതം, ദാവീദിനുണ്ടായിരുന്ന സുഹൃതം എന്ന് പറയുന്നത് എന്തായിരുന്നു? വിശ്വാസം. അല്ലെ? നമ്മൾ ദൈവിക പുണ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ദാവീദിന് എന്തുണ്ടായിരുന്നു? ആരിൽ വിശ്വാസം ഉണ്ടായിരുന്നു? ദൈവത്തിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാതെ ദാവീദ് ഉപയോഗിച്ച ആയുധങ്ങളിലായിരുന്നില്ല വിശ്വാസം ഉണ്ടായിരുന്നത്. ദാവീദിന് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. യുദ്ധ പോരാട്ട സമയത്ത് ശത്രുക്കൾ തങ്ങളുടെ ആയുധങ്ങളിൽ വിശ്വാസമർപ്പിച്ചപ്പോൾ ദാവീദ് ആശ്രയിച്ചത് ദൈവത്തിലായിരുന്നു. യുദ്ധം കർത്താവിൻ്റെതാണെന്നും വാളും കുന്തവും കൊണ്ടല്ല കർത്താവ് വിജയിക്കുന്നതെന്നും കർത്താവാണ് യുദ്ധം ചെയ്യുന്നതെന്നും ദാവീദിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ദാവീദ് ആശ്രയിച്ചത് സ്വന്തം കഴിവിലായിരുന്നില്ല. അവൻ പോരാടിയത് കർത്താവിൻ്റെ നാമത്തിലായിരുന്നു. അവന്റെ അസാധാരണമായ ദൈവത്തിലുള്ള വിശ്വാസം അവനെ ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയായ ഒരു വ്യക്തിയാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാരണം എന്താണ്? വിശ്വാസം. ആരിലുള്ള വിശ്വാസം? ആർക്കുള്ള വിശ്വാസം? ദാവീദിന്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ദാവീദിന് ദൈവത്തിന് പ്രിയങ്കരനാക്കി മാറ്റിയതിന്റെ രണ്ടാമത്തെ കാരണം ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം. കഴിഞ്ഞു. പ്രത്യാശയായിരുന്നു. വിശ്വാസം, പ്രത്യാശ. അല്ലെ? സാവൂൾ രാജാവിനെ കൊല്ലുവാനായിട്ട്, ദാവീദിനെ കൊല്ലുവാനായിട്ട് അവസരം പാർത്തിരിക്കുന്ന സമയത്താണ് ശത്രുവായ സാവൂളിനെ വകവരുത്തുവാനായിട്ട് ഒരു അനുകൂലമായ സാഹചര്യം ദാവീദിന് ലഭിക്കുന്നത്. ദാവീദ് ഒളിച്ചു താമസിക്കുന്ന ഗുഹയിൽ ആര് വന്നു? സാവൂൾ വരികയാണ്. കൊല്ലാൻ പറ്റിയ സമയമാണ്. പടയാളികൾ, കൂട്ടുകാരൊക്കെ ചോദിച്ചു, വകവരുത്തട്ടെ. ദാവീദ് പറഞ്ഞു വേണ്ട. കാരണം ദാവീദിന് പ്രത്യാശ ശത്രുവിന്റെ സംഹാരത്തിലായിരുന്നില്ല, അനുകൂലമായിട്ട് കിട്ടിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല, ശത്രുവിന്റെ നിസ്സഹായമായ അവസ്ഥയിലായിരുന്നില്ല. അപരന്റെ നിസ്സഹായ അവസ്ഥയിലല്ല അവൻ പ്രത്യാശ വെച്ചത്. അവന്റെ പ്രത്യാശ മുഴുവൻ ദൈവത്തിലായിരുന്നു. നീതി നടപ്പാക്കുന്ന ദൈവത്തിലായിരുന്നു. ദൈവം തന്നെ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ദാവീദിന് പ്രത്യാശയുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ തന്റെ ശത്രുവിനെതിരായിട്ട് പ്രതികാരം ചെയ്യാൻ പോകണ്ട എന്ന് ദാവീദ് തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. അഭിഷിക്തന്റെ മേൽ കൈകൾ വെക്കുകയില്ല എന്ന് ദാവീദിന്റെ ഉറച്ച തീരുമാനമായിരുന്നു. അല്ലാതെ ശത്രുവിനെ കൊന്നിട്ട് ശത്രുവിനെ വകവരുത്തി വിജയം ആഘോഷിച്ച് ആനന്ദിക്കുവാനായിട്ടുള്ള ഒരു മനസ്സായിരുന്നില്ല ദാവീദിനുണ്ടായിരുന്നത്. അവന് ഉചിതമായ ഒരു അവസരം കിട്ടിയിട്ടും ദാവീദ് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. കാരണം ദാവീദിന്റെ ദൃഢമായ പ്രത്യാശ ദൈവത്തിലായിരുന്നു. ദൈവം നീതിമാനാണെന്നും ദൈവം നീതി നടപ്പാക്കുമെന്നും ദാവീദിന് പ്രത്യാശയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദിൽ ദൈവം പ്രസാദിച്ചതിന്റെ കാരണം അവൻ ദൈവഭയമുള്ളവനായതുകൊണ്ടും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചത് കൊണ്ടുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാരണം ദാവീദ് ദൈവത്തിന്റെ പ്രിയങ്കരനായി മാറിയതിന്റെ മൂന്നാമത്തെ കാരണം ദാവീദിന്റെ അസാധാരണമായ നിസ്വാർത്ഥ സ്നേഹമായിരുന്നു. അല്ലെ? ദാവീദിന്റെ വിശ്വാസം, ദാവീദിന്റെ ദൈവത്തിലുള്ള പ്രത്യാശ, ദാവീദിന്റെ അസാധാരണമായ നിസ്വാർത്ഥമായ സ്നേഹം. അതാണ് 3 ദൈവിക പുണ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കില്ലാത്തതും ദാവീദിനുണ്ടായിരുന്നതുമായ പുണ്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തന്നെ വധിക്കുവാനായിട്ട് അവസരം അന്വേഷിച്ച് നടക്കുന്ന സാവൂളിനോട് ദാവീദിനുണ്ടായിരുന്ന സ്നേഹം നമ്മളെ ഏവരെയും അതിശയിപ്പിക്കുന്നതാ. അതൊരു വെറും സ്നേഹമല്ല, നമ്മളതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. അതെന്താണ്? ഒരു അഗാപ്പെ ലവ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അതാണ് ത്യാഗപൂർണമായ, വ്യവസ്ഥകളില്ലാത്ത,
അപരന് എല്ലാ നന്മകളും ആഗ്രഹിക്കുന്ന, പകരമൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത കരുതലുള്ള ഒരു അഗാപ്പേ ലവ് ആയിരുന്നു ദാവീദിന് സാവൂളിനോടുണ്ടായിരുന്നത്. ദാവീദിനെ കൊല്ലാനായിട്ട് സാവൂള് അന്വേഷിച്ച് നടക്കുമ്പോഴും അവനോടുണ്ടായിരുന്ന ദാവീദിന്റെ സ്നേഹമെന്ന് പറയുന്നത് ഒരു അസാധാരണമായ സ്നേഹമാണ്, വിശേഷവിധിയായിട്ടുള്ള സ്നേഹമാണ്. സ്നേഹിക്കുന്നവരെ മാത്രമല്ല, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ദ്രോഹിക്കുന്നവരെ, ശത്രുക്കളെ കരുതുന്ന ആ വിശേഷവിധിയായ സ്നേഹത്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അഗാപ്പേ ലവ് എന്ന് പറയുന്നത്. ദാവീദിന്റെ ഈ സ്നേഹം ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ ഒരു വ്യക്തിയായിട്ട് മാറുവാൻ കാരണമായി. പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന, പീഡിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്ന ആ ഒരു വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്നേഹം ഇല്ലാത്തവര് ഈ സ്നേഹം വളർത്തിയെടുത്താൽ ദാവീദിലെന്നതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ആര് പ്രസാദിക്കും? ദൈവം പ്രസാദിക്കും. അത് നമ്മുടെ തന്നെ ആനന്ദത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ ദൈവത്തിന്റെ പ്രിയങ്കരനാക്കി മാറ്റിയതിന്റെ 4ാമത്തെ സുഹൃതം എന്ന് പറയുന്നത് അഗാധമായ ദാവീദിന്റെ വിനയമായിരുന്നു. ദാവീദിന്റെ വിനയമായിരുന്നു. ഒന്നാമത്തേത് എന്തായിരുന്നു? രണ്ടാമത്തേത്, മൂന്നാമത്തേത്, 4ാമത്തേത് വിനയം. ദാവീദെന്നും തന്റെ വിനീതാവസ്ഥയെ ഓർക്കുന്നവനും അതേറ്റുപറയുന്നവനുമായിരുന്നു. ദാവീദ് രാജാവായപ്പോഴും വിജയങ്ങളൊക്കെ വാരിക്കൂട്ടിയപ്പോഴും ഒരിക്കലും അവൻ വന്ന വഴി മറന്നില്ല. നമ്മളൊക്കെ വന്ന വഴി മറക്കുന്നവരാണല്ലേ? ആണ്. ദൈവത്തിന്റെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കുവാനും ദൈവ തിരുമുമ്പിൽ നിന്ന് അവനും അവന്റെ കുടുംബവും വഴിമാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹം യാചിച്ചു പ്രാർത്ഥിച്ചവനുമാണ് ആര്? ദാവീദ് എന്ന് പറയുന്ന രാജാവ്. ദാവീദിന് വേണമെങ്കിൽ താൻ രാജാവാണെന്ന് അഹങ്കരിക്കാമായിരുന്നു, അഭിമാനിക്കാമായിരുന്നു. താൻ നല്ലൊരു യോദ്ധാവാണെന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കാമായിരുന്നു, മസല് പിടിച്ച് നിൽക്കാമായിരുന്നു, അല്ലേ? രാജാവ് അങ്ങനെയൊന്നും ചെയ്തില്ല. തന്റെ കൊട്ടാരത്തിലെ സമ്പത്തിൽ അഭിമാനം കൊള്ളാമായിരുന്നു, അഹങ്കരിക്കാമായിരുന്നു. താനൊരു ഗായകനും കവിയുമാണെന്ന് വലിപ്പം പറയാമായിരുന്നു. എന്നാൽ ദാവീദ് അഭിമാനം കൊണ്ടത് അവന് കർത്താവിനെ കുറിച്ചുള്ള അറിവിലാണ്. കർത്താവിന്റെ കാരുണ്യത്തിലും കർത്താവിന്റെ കൃപയിലുമാണ് അവൻ അഭിമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനുമപ്പുറം ഒരു വിജയമുണ്ടാകുമ്പോൾ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തെ, അതിനുപകരണമാക്കുന്ന വ്യക്തികളെ നമ്മൾ വിനയപൂർവ്വം ഓർക്കാറുണ്ടോ? ദാവീദ് വിജയം വാരിക്കൂട്ടിയപ്പോഴും ദാവീദിനെ ദൈവം രാജാവാക്കിയപ്പോഴും രാജാവായ ദാവീദ് ഒരിക്കലും വന്ന വഴി മറന്നില്ല. അതുകൊണ്ടാണ് രാജാവ് കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ തന്നെ ഇത്രമാത്രം ഉയർത്തിയ ദൈവം വസിക്കുന്നത് എവിടെയാണ്? വെറുമൊരു കൂടാരത്തിലാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിനൊരാലയം പണിയും. ദാവീദ് തൻ്റെ അവസ്ഥകളൊക്കെ ഓർത്തു. നമ്മളാണ് പലപ്പോഴും മറന്നു പോകുന്നത്, അല്ലേ? 2 സ്വർണ്ണമാല കിട്ടി അപ്പം നമ്മൾ മറക്കും. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ദരിദ്രൻ നിസ്സാരനുമാണെന്ന് ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഏറ്റുപറയുവാനുള്ള ഒരു വിനയം നമുക്കുണ്ടാകുമ്പോൾ, എളിമയോടെ മറ്റുള്ളവരുടെ, നമ്മുടെ വിജയത്തിന് കാരണമായ മറ്റുള്ളവരുടെ പങ്കിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, അവരെ ആദരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ വ്യക്തികളായിട്ട് മാറുകയാണ്. ദൈവം നമ്മിൽ അഭിമാനം കൊള്ളുകയാണ്. അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തന്നെ ആനന്ദത്തിന് കാരണമായി തീരുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, വിനയത്തോടെ വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം.
ഞങ്ങൾക്ക് വിജയം നൽകുന്നവനെ, ഞങ്ങളെ എളിമയിൽ വളർത്തണമേ. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിളിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു വിളിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ളവരുടെ വിജയത്തിൽ സന്തോഷിച്ചു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ ദൈവത്തിന്റെ പ്രിയങ്കരനാക്കി മാറ്റിയതിന്റെ 5ാമത്തെ സുകൃതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അതെന്തായിരിക്കും? അത് ആത്മാർത്ഥമായ അനുതാപമായിരുന്നു. 1-ാമത്തേത് എന്താണ്? 2-ാമത്തേത് 3, 4, 5 അനുതാപം. പ്രിയപ്പെട്ടവരെ, ദാവീദ് പാപം ചെയ്തവനായിരുന്നു. തന്റെ ദുർമോഹങ്ങളാൽ വശീകൃതനായി അയാൾ വ്യഭിചാരവും ഈ വ്യഭിചാരത്തെ മറച്ചുവെക്കാൻ കൊലപാതകം നടത്തിയവനായിരുന്നു. എന്നാൽ നാഥാൻ പ്രവാചകൻ അവന്റെ തെറ്റവനെ ബോധ്യമാക്കി കൊടുത്തപ്പോൾ അവൻ മനം നൊന്ത് ആത്മാർത്ഥമായി അനുതപിച്ചുകൊണ്ടെഴുതിയ അനുതാപ സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാം. അവൻ ദൈവത്തിന്റെ മുമ്പിൽ അനുതപിച്ചു എന്ന് മാത്രമല്ല, തന്റെ തെറ്റുകൾക്ക് ഉചിതമായ പരിഹാരം ചെയ്യാൻ കൂടി അയാൾ തയ്യാറായി. താൻ പാപത്തിലേക്ക് നയിച്ച ബത്ശബയെ സംരക്ഷിക്കുകയും അവരുടെ മകനായ സോളമനെ തനിക്കു ശേഷം രാജാവായിട്ട് അവരോധിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് മറ്റൊരാൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? താൻ പോയി പണി നോക്കണു, അല്ലേ? നമ്മൾ ആത്മാർത്ഥമായിട്ട് അനുതപിക്കാറുണ്ട്. നമ്മൾ വഴി വന്നുപോയ നഷ്ടങ്ങൾക്ക് ഉചിതമായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ അനുതപിക്കും, കുമ്പസാരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയാക്കി മാറ്റിയതിന്റെ ഒരു കാരണം ദാവീദ് അനുതപിച്ചു എന്ന് മാത്രമല്ല, തന്റെ തെറ്റിന് ഉചിതമായ പരിഹാരം അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാറില്ല, അല്ലേ? അതിനെ ന്യായീകരിക്കുവാനായിട്ട് 100-ലേറെ കാര്യങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ അതിനെയൊക്കെ ന്യായീകരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രസിദ്ധ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ചാൾസ് ഡിക്കൻസിനോട് ആരോ ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ചെറുകഥ ഏതാണ്? അദ്ദേഹം പറഞ്ഞു, ധൂർത്തപുത്രന്റെ കഥ. ധൂർത്തപുത്രന്റെ കഥ നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ ഉപമ ഏറ്റവും നല്ല കഥയായിട്ട് മാറുന്നത്? പ്രിയപ്പെട്ടവരെ, അതിനു കാരണം അതൊരു പാപിയുടെ മാനസാന്തരത്തിന്റെ കഥയായതുകൊണ്ടാണ്, അല്ലാതെ ഓസ്കാർ അവാർഡ് കിട്ടിയത് കൊണ്ടൊന്നും. അതൊരു പാപിയുടെ മാനസാന്തരത്തിന്റെ കഥയായതുകൊണ്ടാണ്. ഈ കഥ ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടാൻ കാരണം അനുതപിക്കുന്ന ഒരു പാപി അതിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രന്റെ കഥ നമ്മുടെ ജീവിതത്തിന്റെയും കഥയാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിത കഥയ്ക്ക് ഭംഗി കൊടുക്കുന്ന ഒരു അധ്യായം എന്ന് പറയുന്നത് അനുതാപത്തിന്റെ അധ്യായമാണ്. അങ്ങനെ ഒരു അധ്യായമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കില്ല, ന്യായീകരിക്കും. നമ്മളൊക്കെ പാപം ചെയ്യാറുണ്ട്. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നമ്മളൊക്കെ തിന്മകൾ പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ ശരിയായ രീതിയിലുള്ള ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതകഥ കൂടുതൽ തിളക്കമുള്ളതായിട്ട് മാറുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഗാന്ധിജിയുടെ അനുതാപത്തിന്റെ കഥ നമുക്കറിയാവുന്നതാണ്.
അതൊരിക്കലും ഗാന്ധിജി അനുതപിച്ചത് കൊണ്ട്, തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞത് കൊണ്ട് ഗാന്ധിജിയുടെ മുഖച്ഛായ ഒരിക്കലും ഇടിഞ്ഞു പോയിട്ടില്ല. ഗാന്ധിജിക്ക് 13 വയസ്സുള്ളപ്പോൾ ചീത്ത കൂട്ടുകെട്ടുകൾ മൂലം കടബാധ്യത വന്നു. ഈ കടം തീർക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ സഹോദരന്റെ സ്വർണവളയിൽ നിന്ന് ആരുമറിയാതെ 1 ഗ്രാം മുറിച്ച് വിറ്റ് അദ്ദേഹം കടം തീർത്തു. കഥ അറിയാവുന്നതല്ലേ, കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടുണ്ടല്ലേ, കളവും പ്രാശ്ചിത്വവും. അപ്പോൾ എന്നാൽ ഈ മോഷണം ഗാന്ധിജിയുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ഭാരമുള്ളതായിട്ട് മാറി. എല്ലാം തന്റെ പിതാവിനോട് അവൻ ഏറ്റുപറയുവാനായിട്ട് തീരുമാനിച്ചുവെങ്കിലും നേരെ ചെന്ന് പറയുവാനായിട്ടുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുറ്റസമ്മതം ഒരു കടലാസിലെഴുതി വിറയ്ക്കുന്ന കൈകാലുകളോടെ ഒരു കുമ്പസാരമെന്ന പോലെ ഗാന്ധിജി തന്റെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആ പിതാവ് ആ കത്ത് വായിച്ചു, ആ കടലാസ് വായിച്ചു. ആ പിതാവിന്റെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ മുത്തുകൾ ആ കുറ്റപത്രത്തെ നനച്ചു കുതിർത്ത് കളഞ്ഞു. പിന്നീട് ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ കടലാസിലെ വരികൾ മാഞ്ഞുപോയി എന്നാണ് ഗാന്ധിജി തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ കണ്ണീരിൽ പടർന്ന് അതിനകത്ത് എഴുതിയിരുന്ന എല്ലാം മാഞ്ഞുപോയി എന്ന് ഗാന്ധിജി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. തന്റെ അനുതാപത്തിന്, തന്റെ ഏറ്റുപറച്ചിലിന് തനിക്ക് ലഭിച്ച മാപ്പായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അനുതപിച്ച ഗാന്ധിജിക്ക് മാപ്പ് ലഭിച്ചതിന്റെ ആനന്ദം ആസ്വദിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അനുതപിച്ചതിന്റെ പേരിൽ ഈ ലോകത്തിൽ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആരുടെയും സൽപ്പേരിന് കളങ്കം വന്നിട്ടില്ല. മറിച്ച് അവരോടുള്ള ബഹുമാനവും ആദരവും വർദ്ധിച്ചിട്ടേയുള്ളൂ. അവരുടെ വ്യക്തിത്വത്തിന് തിളക്കം കൂടിയിട്ടേയുള്ളൂ. അനുതാപം ഒരുവനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തിയാക്കി മാറ്റുന്നു. അനുതാപം ആരെയും ഒരിക്കലും ചെറുതാക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എസ് പോൾ ദേവിന്റെ കുഞ്ഞാടിന്റെ സ്വപ്നം എന്ന ഒരു മനോഹരമായ കഥയിൽ ഒരു അനുതാപത്തിന്റെ ഒരു ചിത്രമുണ്ട്. ഒരു അനുതാപത്തിന്റെ കഥ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: കണ്ണുകളിൽ പശ്ചാത്താപവുമായി അവൻ വന്നു പറഞ്ഞു, ഗുരു, ഞാനൊരു പാപം ചെയ്തു, എനിക്ക് പാപമോചനം തരുക. ഗുരു ഒരു കുഞ്ഞാടിനെ ബലി കഴിച്ച് ആ കുഞ്ഞാടിന്റെ രക്തം അവന്റെ നെറ്റിയിൽ ചാർത്തി. അവൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അവൻ വീണ്ടും വന്നു. ആലയിലെ കുഞ്ഞാടുകൾ അസ്വസ്ഥരായി, ആരാണ് അടുത്ത ബലിയാട്? അവൻ പറഞ്ഞു, ഗുരു, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, എനിക്ക് പാപമോചനം നൽകുക. ഗുരു ഒരു കുഞ്ഞാടിനെ ബലി ചെയ്ത് പാപമോചനം അയാൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് പാപമോചനം നേടി അവിടെ എത്തുമായിരുന്നു. അവസാനം അയാൾ പാപമോചിതനായി മടങ്ങിപ്പോകുമ്പോൾ ആലയിൽ അവശേഷിക്കുന്ന ഏക കുഞ്ഞാടിങ്ങനെ ആത്മഗതം ചെയ്തു, ഈ മനുഷ്യന് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാകരുത്, ഒരു മടങ്ങി വരവുണ്ടാകരുത്. അങ്ങനെ സംഭവിച്ചാൽ കത്തിയാഴുന്നത് എന്റെ കരളിലായിരിക്കും. അതായിരുന്നു കുഞ്ഞാടിന്റെ സ്വപ്നം. ഈ മനുഷ്യനൊരിക്കലും തിരിച്ചു വരരുത്. എന്തു ചെയ്യാം? അവസാനത്തെ ബലിമൃഗവും ബലിക്കല്ലിൽ പിടയുമ്പോൾ ഗുരുവിനും അറിയില്ല ഇനിയും ഈ മനുഷ്യൻ ആ പടിവാതിൽ കടന്നെത്തുമെന്ന്. ആല ശൂന്യമായി കിടന്നു. സന്ധ്യ കറുത്ത ഒരു നാളിൽ ആരോ ഇരുട്ടിന്റെ മറവിൽ നിൽക്കുന്നതായിട്ട് ഗുരു കണ്ടു. ആരാണ് നിങ്ങൾ? കടന്നു വരൂ, ഗുരു പറഞ്ഞു. മറവിൽ നിന്ന ആ വ്യക്തി ഒട്ടിക്കരഞ്ഞുകൊണ്ട് ഗുരുചരണത്തിൽ വീണു. മുഖമുയർത്തി നോക്കിയ ഗുരു കണ്ടത് ആ പഴയ മനുഷ്യനെ തന്നെ. ഗുരു ഒന്ന് ഞെട്ടി. അവൻ പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ ശത്രുവിനെ കൊന്നു, എനിക്കിനി പാപമോചനമില്ലേ?
രക്തം പുരണ്ട കൈകൾ ഉയർത്തി അയാൾ ഉറക്കെ കരഞ്ഞു. ഗുരു തന്റെ ആലയിലേക്ക് നോക്കി. ആല ശൂന്യമായി കിടക്കുന്നു. ഒരു കുഞ്ഞാട് പോലും അവശേഷിക്കുന്നില്ല. ഗുരു അവനെ ബലിക്കല്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കത്തി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി കുഞ്ഞാട് ബാക്കിയില്ല. ഞാനാണ് പാപപരിഹാരത്തിനുള്ള അവസാനത്തെ ബലിമൃഗം. എന്നെ ബലി കഴിക്കുക. അവൻ കത്തി വലിച്ചെറിഞ്ഞ് അലറി വിളിച്ചുകൊണ്ടിറങ്ങി ഓടി. ഈശ്വര, ഞാൻ എന്റെ ഗുരുവിനെ ബലി കഴിക്കുകയോ? അവൻ മനം നുറുങ്ങി കരഞ്ഞു. ഓടിപ്പോകുന്ന അവനെ നോക്കി ഗുരു പറഞ്ഞു, ഇനിമേലിൽ അവൻ പാപവുമായിട്ട് ഈ ആലയുടെ പടി കയറുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്ന് വരുന്ന പശ്ചാത്താപം മാത്രമേ ഒരുവനെ മാനസാന്തരപ്പെടുത്തുകയുള്ളൂ. അപ്പോഴാണ്, അങ്ങനെയുള്ളൊരു മാനസാന്തരം വരുമ്പോഴാണ് അവന് തിരിച്ചറിവിന്റെ പ്രകാശമുണ്ടാകുന്നത്. നമ്മുടെ അനുതാപം എങ്ങനെയാണ്? പലപ്പോഴും ഈ കഥയിൽ കണ്ട ചെറുപ്പക്കാരൻ്റേതുപോലെയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഒരു പാപി അനുതപിക്കുമ്പോൾ, അവൻ അനുതപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം പോലും സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളിൽ അനുതാപത്തിന്റെ മനോഹരമായ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. കഥ നമുക്കറിയാവുന്നതാണ്. ശിമയോൻ എന്നൊരു പരിസേയന്റെ വീട്ടിൽ ഈശോ ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ അവന്റെ അടുക്കലേക്ക് ഓടിയെത്തുകയും അവന്റെ പാദങ്ങൾ തന്റെ അനുതാപ കണ്ണീര് കൊണ്ട് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്യുന്ന കഥ നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത്, സമൂഹം നല്ലവനെന്നും നീതിമാനെന്നും കണക്കാക്കിയിട്ടുള്ള ആ പരിസേയനായ ശിമയോൻ ഒരുക്കിയ ആ വിരുന്ന് എന്നതിനേക്കാൾ ഈശോ ആനന്ദം കണ്ടെത്തിയത് ആ പാപിനിയായ സ്ത്രീയുടെ മാനസാന്തരത്തിലായിരുന്നു. അവളുടെ അനുതാപത്തിൽ സന്തോഷിച്ച ഈശോ അവളോട് പറഞ്ഞു, നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മളെപ്പോഴൊക്കെ അനുതാപത്തോടുകൂടി ഒരു കുമ്പസാരക്കൂടിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ, എപ്പോഴൊക്കെ നമ്മൾ മുട്ടുകുത്തുന്നുണ്ടോ, മനസ്സിൽ തട്ടി അനുതാപത്തോടുകൂടി നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ടോ, അപ്പോഴൊക്കെ ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ആര് പഠിപ്പിക്കുന്നു? ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് ലോട്ടറി അടിക്കുന്നത് മാത്രമല്ല സന്തോഷം. നമ്മൾ അനുതപിച്ചു കഴിഞ്ഞാൽ കർത്താവ് സന്തോഷിക്കും. അപ്പോൾ അനുതാപത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുതാപം യഥാർത്ഥമാണെങ്കിൽ, അത് ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു അനുതാപമാണെങ്കിൽ, ദാവീദ് ദൈവത്തിന് പ്രിയങ്കരനായി തീർന്നതുപോലെ നമ്മളും ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ വ്യക്തികളായി തീരും. മാത്രമല്ല, ദൈവം നമ്മിൽ ആനന്ദിക്കുകയും അത് നമ്മുടെ തന്നെ ആനന്ദത്തിന്റെ പൂർണ്ണതയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, ഈശോയേ.
അധരം തുറന്ന് വിളിക്കാം. ഈശോയേ, അനുതാപത്തോടെ വിളിക്കാം. ഈശോയേ, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിക്കാം. ഈശോയേ, ആനന്ദത്തോടെ വിളിക്കട്ടെ. ഈശോയേ, എല്ലാ തിന്മകളും വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഈശോയേ, എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു വിളിക്കട്ടെ. ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറിയതിന്റെ 6ാമത്തെ കാരണമെന്ന് പറയുന്നത് അവന്റെ ഹൃദയപൂർണമായ ദൈവാരാധനയാണ്. ഒന്നാമത്തത് എന്തായിരുന്നു? 2, 3, 4, 5, 6 ദൈവാരാധന, ദൈവാശ്രയബോധം. ദാവീദ് ഒരിക്കലും ദൈവത്തെ മറക്കുന്നവനായിരുന്നില്ല. എല്ലാറ്റിലും ഉപരിയായി ദാവീദ് ദൈവാരാധനയുടെ മനുഷ്യനായിരുന്നു. ദൈവത്തോട് ഭയഭക്തി ബഹുമാനമുള്ളവനായിരുന്നു. തനിക്ക് ജീവിതത്തിൽ ഉയർച്ചകളുണ്ടായപ്പോൾ, യുദ്ധവിജയങ്ങളുണ്ടായപ്പോൾ അവയ്ക്കെല്ലാം നന്ദി പറയുവാൻ അവൻ ദൈവത്തിന്റെ പക്കലേക്ക് ഓടിച്ചെല്ലുമായിരുന്നു. അവൻ സർവാധിപനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുടെ സങ്കീർത്തനങ്ങൾ രചിച്ചു. സങ്കീർത്തനം 95, സങ്കീർത്തനം 92, സങ്കീർത്തനം 30 ഇവയൊക്കെ പ്രിയപ്പെട്ടവരെ ദാവീദ് രചിച്ച കൃതജ്ഞതയുടെ നന്ദി പ്രകാശനത്തിന്റെ സങ്കീർത്തനങ്ങളായിരുന്നു. ഓരോരോ അവസരങ്ങൾക്കനുസരിച്ച് വരികൾ ചിട്ടപ്പെടുത്തി വാദ്യ ഉപകരണങ്ങൾ അകമ്പടിയോടുകൂടിയായിരുന്നു ദാവീദ് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാരാധിച്ചത്. സങ്കീർത്തനം 95 നമ്മൾ വായിക്കുന്നു, വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രഗീതമാലപിക്കാം. കൃതജ്ഞതാസ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്തെന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. എത്ര മനോഹരമായ വരികളാണ് ദാവീദ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനം 92 നമ്മൾ വായിക്കുന്നു, അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രീനാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. 1 വർഷം കഴിഞ്ഞിട്ടല്ല, 6 മാസം കഴിഞ്ഞിട്ടല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ, ഒരു രോഗശാന്തി ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ആ അത്ഭുത പ്രവർത്തികൾ കണ്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട്. പക്ഷേ നമ്മൾ നന്ദി പറയുവാനായിട്ട് വരുന്ന എപ്പോഴാണ്? ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ട്, അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു കേട്ടിട്ടില്ലേ? അതിനകത്ത് പറയുന്നൊരു വാചകമുണ്ട്, എന്താണ്? താമസിച്ചതിന് ക്ഷമാപണം. അത് നമ്മളൊന്നുകൂടി മനസ്സിരുത്തി നോക്കുമ്പോഴാണ് ഈ അത്ഭുതം നടന്നിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 6 മാസം 1 വർഷമൊക്കെ ആയിട്ടുണ്ടാകും. അതാണ് നമ്മുടെ ഭക്തി സംസ്കാരം എന്ന് പറയുന്നത്. ദാവീദിന്റെ കൃതജ്ഞതാ സങ്കീർത്തനത്തിൽ ഒരിക്കലും താമസിച്ചതിന് ക്ഷമാപണമെന്നൊരു വരിയില്ല. അത് നമ്മുടെ സങ്കീർത്തനത്തിലാവുള്ളൂ. ദാവീദ് പറഞ്ഞത്, ഞാൻ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ആനന്ദഗീതം ആലപിക്കുന്നു. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പോൾ നന്ദി പറയുന്ന ഒരു മനോഭാവമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. അതാണ് ദാവീദിന് ഉചിതമെന്ന് തോന്നി. അതുകൊണ്ടാണ് പറയുന്നത്, രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. നമുക്ക് ഉചിതമെന്ന് തോന്നുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. സങ്കീർത്തനം 30 കൃതജ്ഞതയുടെ ഗീതമാണ്. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു.
ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ദാവീദ് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നവനായിരുന്നില്ല. അവന്റെ ഹൃദയം നന്ദി പറയുന്ന ഹൃദയമായിരുന്നു. ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവനായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദിന് പരാജയങ്ങൾ ഉണ്ടായപ്പോൾ, ദാവീദിന് തെറ്റുപറ്റിയപ്പോൾ അവൻ അനുതാപത്തിന്റെ സങ്കീർത്തനം രചിച്ചു. സങ്കീർത്തനം 51 ദൈവകരുണയ്ക്കായി യാചിക്കുന്ന സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ മുമ്പിൽ മനം നുറുങ്ങി അനുതപിച്ചുകൊണ്ട് ദൈവകരുണയിൽ ആശ്രയിക്കുന്ന ആ ദാവീദിന്റെ ചിത്രം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നമുക്ക് മായ്ച്ചു കളയുവാനായിട്ട് സാധിക്കില്ല. ദൈവസ്വരം കേൾക്കാതെ തിന്മകൾ പ്രവർത്തിച്ച സാവൂൾ രാജാവിനെ ദൈവം പരിത്യജിച്ചപ്പോൾ, ദൈവം തന്റെ ആത്മാവിനെ സാവൂളിൽ നിന്നും പിൻവലിച്ചപ്പോൾ, ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെട്ട സാവൂളിന്റെ അതിദാരുണമായ അവസ്ഥ നേരിട്ട് കണ്ടതാരാണ്? ദാവീദാണ്. ദാവീദ് കിന്നരം മീട്ടിക്കൊണ്ടാണ്, സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഈ ദുരാത്മാക്കളെ ഓടിച്ച് സാവൂളിന് ആശ്വാസം നൽകിയിരുന്നത്. അത് ദാവീദ് നേരിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദാവീദിനൊരു തെറ്റ് സംഭവിച്ചപ്പോൾ ദാവീദ് ഭയവിവശനായിക്കൊണ്ട് അനുതാപത്തോട് ദൈവത്തോട് കേണപേക്ഷിച്ചു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. സാവൂളിനെ തള്ളിക്കളഞ്ഞതുപോലെ എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. പ്രിയപ്പെട്ടവരെ, നാളിത്രയും നമ്മൾ ജീവിച്ചിട്ട് ഇതുപോലൊരു അനുതാപത്തിന്റെ സങ്കീർത്തനം നമ്മൾ എപ്പോഴെങ്കിലും രചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാവിന്റെ തുമ്പിൽ നിന്നും ഇതുപോലെയുള്ള വചസ്സുകൾ എന്നെങ്കിലും അടർന്നു വീണിട്ടുണ്ടോ? ടീച്ചർ വല്ല സങ്കീർത്തനം എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ദാവീദിന് സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു, അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു, ദൈവാരാധനയുടെ സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു, വിലാപത്തിന്റെ സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മുടെ ജീവ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അതൊക്കെ നമുക്ക് പ്രാർത്ഥനയാക്കി സങ്കീർത്തനങ്ങളാക്കി മാറ്റുവാൻ സാധിച്ചാൽ അത് ദൈവത്തിന് പ്രിയപ്പെട്ടതായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അധരം തുറന്ന് വിളിക്കാം, അനുതാപത്തോടെ വിളിക്കാം, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദിന് സങ്കടങ്ങളുണ്ടായപ്പോൾ, അവന് ഹൃദയത്തിന് നൊമ്പരങ്ങളുണ്ടായപ്പോൾ, അവന് ദുഃഖങ്ങളും വേദനകളും ഉണ്ടായപ്പോൾ അവൻ വിലാപങ്ങളുടെ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും, അവന്റെ സന്തോഷത്തിലും അവന്റെ ദുഃഖങ്ങളിലും, അവന്റെ വിജയത്തിലും അവന്റെ പരാജയങ്ങളിലും, അവന്റെ വേദനകളിലും അവന്റെ സങ്കടങ്ങളിലും അവൻ ആശ്രയിക്കുവാനായിട്ട് ആരുണ്ടായിരുന്നു? ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തിലാണ് അവൻ അഭയം കണ്ടെത്തിയത്. ദാവീദിന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവന്റെ ഹൃദയം ദൈവാരാധനയിൽ മുഴുകുന്ന ഒരു ഹൃദയമായിരുന്നു, ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു ഹൃദയമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും തന്നെ ആരാധിക്കുന്ന ദാവീദിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയതായി തീരുന്നു. ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ വ്യക്തിയായി ദാവീദ് മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഒരു ഹൃദയമാണ്? എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ തലവേദന വന്നാവെ നമ്മളെപ്പോഴും മാറ്റിവെക്കുന്ന എന്താണ്? പ്രാർത്ഥനയാണ്. പള്ളിയിൽ പോവില്ല. ദാവീദിന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവൻ തന്റെ ഹൃദയം ഉറപ്പിച്ചു നിർത്തിയ ദൈവത്തിലായിരുന്നു.
അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലും പരാജയത്തിലും, നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിലും സങ്കടങ്ങളിലും, നമ്മുടെ ജീവിതത്തിന്റെ നിരാശയിലും നിസ്സഹായ അവസ്ഥയിലും സർവ കഴിവുകളോടുകൂടി നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മെ പ്രതി സന്തോഷിക്കുമെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ വ്യക്തികളായി തീരുകയും ചെയ്യും. അത് പ്രിയപ്പെട്ടവരെ നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായത് ദാവീദിന്റെ വിശ്വാസം, രണ്ടാമതായിട്ട് പ്രത്യാശ, 3, 4, 5, 6 ദൈവാരാധന. നമുക്ക് കണ്ണുകൾ അടക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം എങ്ങനെയാണ് ദാവീദിനെ തൻ്റെ പ്രിയപ്പെട്ടവനാക്കി സ്വീകരിച്ചത്? ദാവീദ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ വ്യക്തിയായി മാറിയത് എന്നതിൻ്റെ 6 കാരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. വീണ്ടും ഒന്നുകൂടി ഓർത്തെടുത്തത്. ദൈവത്തിൻ്റെ മനസ്സിന് നമ്മെ ഇഷ്ടപ്പെട്ടാൽ അതായിരിക്കും ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ജീവിതമാകണം, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമാകണം, ദൈവത്തിൻ്റെ കയ്യടി മേടിക്കുന്ന ഒരു ജീവിതമാകണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, ഈശോയേ, എൻ്റെ ജീവിതത്തെ അങ്ങേക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന പുണ്യങ്ങളുള്ള ജീവിതമാക്കി മാറ്റണമേ. ഈശോയേ, എൻ്റെ ജീവിതത്തെ അങ്ങേക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന പുണ്യങ്ങളുള്ള ജീവിതമാക്കി മാറ്റണമേ. ഈശോയേ, എൻ്റെ ജീവിതത്തെ അങ്ങേക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന പുണ്യങ്ങളുള്ള ജീവിതമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ആനന്ദം കൊണ്ട് നമുക്ക് നിറയാം, പരിശുദ്ധാത്മാവിനാൽ നിറയാം. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി സന്തോഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളാകട്ടെ പരാജയങ്ങളാകട്ടെ, ഏതവസ്ഥകളായാലും, ദുഃഖമായാലും വേദനയായാലും നമ്മുടെ നിസ്സഹായ അവസ്ഥയായാലും ദൈവത്തിൽ മനസ്സുറപ്പിച്ച് നിർത്തുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവാൽ നിറയുവാൻ, ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നിറഞ്ഞു നിൽക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.